ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇഷാദ് പാലക്കാട്. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. തക്കടോ പെട്ടെന്ന് ഹായ് പറഞ്ഞോ. നമുക്ക് സമയമില്ല, കാരണം വലിയൊരു പ്രോപ്പർട്ടി കാണിക്കാനുള്ളത് അല്ലേ. അടിച്ചപൊളി പ്രോപ്പർട്ടി അല്ലേ. അതായത് നമ്മളിപ്പോ എവിടെ ഉള്ളത്? നമ്മള് ധോണി ലീഡ്സ് കോളേജിന്റെ തൊട്ടടുത്താണുള്ളത്. ധോണി ലീഡ്സ് കോളേജിന്റെ തൊട്ടടുത്തല്ലേ. ആ ഒരു ലാൻഡ് മാർക്ക് പറഞ്ഞ പിന്നെ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ആളുകളോട് പറയണ്ട, ലൊക്കേഷൻ പോലെ അയച്ചു കൊടുക്കണ്ട അല്ലേ. കാരണം അത്രയ്ക്ക് ഫേമസ് ആണ് ധോണിയും അതിന്റെ പരിസരല്ലേ. ധോണിയിൽ വേറെ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. ധോണി വാട്ടർഫോൾസ് അല്ലേ. ഏകദേശം ഒരു എന്താ പറയാ എക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ടല്ലേ ആളുകൾ ധാരാളം സ്ഥലങ്ങൾ കാണാൻ വരുന്ന ഒരു പ്രദേശം തന്നെയാണ് ധോണി. അപ്പൊ നമുക്ക് മെയിൻ റോഡ് കേട്ടോ, ഒരു ബസ് സർവീസുള്ള റോഡാണ്. നമ്മുടെ കോളേജിന്റെ അടുത്ത് അവിടെ നോക്കിയാൽ ചിലപ്പോൾ കാണും. നമ്മൾ കാപ്പി പിടിക്കാൻ കയറിയത് കോളേജിന് മുന്നിലാണ് അല്ലേ. നല്ല കാപ്പിയായിരുന്നു, അടിപൊളി കാപ്പി. എന്തായാലും നമ്മളുള്ളത് ഈ ഒരു റോഡിൽ നിന്ന്, അതായത് ബസ് സർവീസ് ഏകദേശം എല്ലാ 30 മിനിറ്റിൽ നമുക്ക് ബസ് സർവീസ് ഉണ്ട് അല്ലേ. പാലക്കാട് നിന്ന് ലോക്കോട് അതുപോലെ റെയിൽവേ കോളനിക്ക് താണ വഴിയൊക്കെ വന്ന് തിരിഞ്ഞു പോകുന്ന ഒരു നല്ല ബസ് റൂട്ടാണ്. അപ്പോൾ ഈ ബസ് റൂട്ടിൽ നിന്ന് കാലെടുത്ത് വെക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിക്കാണ്. കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ എക്സലന്റ് ഹൗസ് പ്ലോട്ട്സ് അല്ലേ കാണാനുണ്ട് അല്ലേ. അതിന്റെ താഴെ എന്താ എഴുതിയിരിക്കണേ? മൗണ്ടൻ വ്യൂ അല്ലേ. നല്ലൊരു മൗണ്ടൻ വ്യൂ തന്നെയാണ് നമുക്കുള്ളത്. ധാരാളം വീടുകളുള്ള ഒരു ഏരിയ ഇതാണ് അല്ലേ. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടില്ലേ. അപ്പൊ ധോണി എന്ന് പറയുമ്പോൾ ആളുകൾ എന്താ പറയാ? ആന. ധോണി എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾ അപ്പൊ കമന്റ് ഇടും, ആന വര് പുലി വരുന്നു അല്ലേ. അപ്പൊ ആനയും പുലിയും മറ്റേ എന്താ പറയാ ഹിപ്പോപ്പൊട്ടാമസ് ഒക്കെ വരികയാണെങ്കിൽ ഇത്രയും വീടുകൾ ഇവിടെ നിലനിൽക്കും, വീടുകളും കോളേജും. പിന്നെ ആന എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടില് ഉള്ള ഒരു സാധനമാണ്. അത് എപ്പോഴെങ്കിലൊക്കെ അല്ലേ, വർഷങ്ങളായി ഈ ഒരു പരിസരത്ത് വന്നിട്ടാണ് നമ്മൾ അറിഞ്ഞത്. നമ്മളെ മുണ്ടൂരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകണാണ് അല്ലേ, കാപ്പി പിടിക്കാൻ വരുന്ന പോലെ. അപ്പൊ എന്തായാലും ആന വരുന്ന പറഞ്ഞിട്ട് കമന്റ് ഇടുന്ന ചേട്ടന്മാരുടെ ശ്രദ്ധയ്ക്ക്. കാരണം നമ്മുടെ ഈ ഒരു വീടുകൾ നമ്മുടെ പ്ലോട്ടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും മുന്നിലും സൈഡിലും ഒക്കെ എന്തുണ്ട്, വീടുകളുണ്ട്, ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ 200 മീറ്റർ വാക്കബിൾ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ലീഡ് കോളേജ്. അത്രയും വലിയൊരു കോളേജും അതിൽ പഠിക്കുന്ന സ്റ്റുഡൻസ്, അതിന്റെ തൊട്ടടുത്ത് ഹോസ്റ്റല്, നമ്മൾ ആ ഹോസ്റ്റലിൽ അവിടെയൊക്കെ പോയില്ലേ, അതിന്റെ ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ആളുകൾ. പിന്നെ അതിനെ ഈ കോളേജിനെ ചുറ്റിപ്പറ്റി ധാരാളം ആളുകൾ ജീവിക്കുന്നുണ്ട്. കടകൾ, ഹോട്ടൽ, കോഫി ഷോപ്പ്, മാങ്ങ കച്ചവടം, അങ്ങനെ പലചരക്ക് കട. അപ്പൊ അതിനൊക്കെ കൂടെ അനുയോജ്യമായതോട്ടെ. ഫ്രണ്ടിലൊക്കെ ചിലപ്പോൾ വീട് വെക്കാൻ സ്ഥലം എടുത്ത ഒരു ബിൽഡിങ്ങും കെട്ടാം, ഒരു കമേഴ്ഷ്യൽ പ്ലോട്ടും ആക്കാം അല്ലേ. അപ്പൊ ഈ ഒരു എക്സലന്റ് ഹൗസ് പ്ലോട്ടില് നമ്മളൊരു സ്കെച്ച് കാണാനുണ്ട് അല്ലേ. ഈ ഒരു സ്കെച്ചിന്റെ പിന്നെ ഏകദേശം ഒരു 40-ലധികം നമുക്ക് ഏകദേശം കാണുന്നുണ്ട് പ്ലോട്ടുകൾ. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങും. അപ്പോൾ നിയർ എന്താണ് ലീഡ് കോളേജിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ അടുത്ത് തന്നെയാണ്. പിന്നെ ഒരുപാട് ഫെസിലിറ്റികളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അകത്തേത്തറ പഞ്ചായത്തിലാണ് അല്ലേ. നമ്മൾ മലമ്പുഴയ്ക്ക് പോകുന്ന അകത്തേത്തറ പഞ്ചായത്തിലാണ് നമ്മളുള്ളത്, അകത്തേത്തറ വില്ലേജ്. അപ്പോൾ തീർച്ചയായിട്ടും റെയിൽവേ സ്റ്റേഷൻ ദൂരമാണ്. നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ കാണിക്കുമ്പോൾ ഫസ്റ്റ് ആയിട്ട് ആളുകൾ ചോദിക്കുക. അപ്പൊ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു 4 കിലോമീറ്റർ ദൂരമുള്ളത്. എക്കടോ നമ്മൾ തൊട്ടടുത്ത ലീഡ് കോളേജ് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ നമ്മളൊന്ന് കാണിക്കണം പോകുമ്പോ. അപ്പൊ നമ്മൾ ബൈ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ വഴിയെ നമ്മൾ കോളേജ് ആ പരിസരമൊക്കെ ഒന്ന് കാണിക്കാം അല്ലേ. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കണ്ടില്ലേ നല്ലൊരു റോഡ് കൊടുത്തിരിക്കുന്നത്, നല്ല ഒരു 5 മീറ്റർ അല്ലേ, നല്ല ടാർ റോഡ് തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ എൻഡ് വരെയുണ്ട്. പിന്നെ നമുക്ക് ആ സൈഡിലൂടെ ഒരു പഞ്ചായത്ത് റോഡും വരുന്നുണ്ട്. അപ്പോ മൗണ്ടൻ വ്യൂ എന്ന് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് കാണാൻ പറ്റും. മൗണ്ടനിലെ നല്ല ഒരു വ്യൂ നമുക്ക് പുറകിലുണ്ട്. അടിപൊളി വ്യൂ ആണ്. അതായത് ഈ ഒരു ഭാഗത്തുണ്ട്, ആ ഒരു ഭാഗത്തുണ്ട്. അത് നോക്കിയോക്കടോ, കണ്ടില്ലേ, അവിടെയുണ്ട്. അപ്പൊ മൗണ്ടൻ വ്യൂ എന്ന് വെറുതെ കൊടുത്തിരിക്കല്ല, ആളുകൾക്ക് സമാധാനമായിട്ട് ഇരിക്കാനും സന്തോഷിക്കാനൊക്കെയാണ് വീട്. അപ്പൊ അങ്ങനെ വീട് വെക്കുമ്പോൾ നമ്മളെ ചുറ്റുവട്ടം ആ പരിസരമൊക്കെ നന്നായിരിക്കണം അല്ലേ. അപ്പൊ നല്ലൊരു മൗണ്ടൻ വ്യൂവില് ഒരു അടിപൊളി പ്രോപ്പർട്ടി. കുറെ ആളുകൾ സ്ഥലങ്ങൾ കാണാനും നോക്കാനൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും പിന്നെ നമുക്ക് നമ്മളെ ഈ ഒരു പരിസരമൊക്കെ ഒന്ന് പെട്ടെന്ന് ചുറ്റി നടന്ന് കാണിക്കാല്ലേ. വളരെ മനോഹരമായ പ്രോപ്പർട്ടി നമ്മൾ പറയുമ്പോഴോ ആളുകൾ ചോദിക്കുക മനോഹരം മാത്രം പോരാ, സൗകര്യങ്ങൾ വേണമെന്നല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു പരിസരത്തുള്ള സ്കൂളുകളൊക്കെ അറിയാലോ അല്ലെ. റെയിൽവേ സ്കൂൾ അടുത്തുണ്ട്, അതുപോലെ തന്നെ KV ഇല്ല, കേന്ദ്രീയ വിദ്യാലയം, അത് അടുത്താണ്. പിന്നെ നമുക്ക് സെന്റ് തോമസ് ഉമ്മിനി സ്കൂൾ, അതൊക്കെ വളരെ അടുത്ത് തന്നെയാണ്. നമുക്കൊരു കുറഞ്ഞ ദൂരത്തിലാണ് ഈ എല്ലാ സൗകര്യങ്ങളുള്ളത്. പിന്നെ റെയിൽവേ ഡിവിഷൻ ഓഫീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ NSS എഞ്ചിനീയറിംഗ് കോളേജ് ഒരു 2 കിലോമീറ്റർ ദൂരത്തിലാണ് വരുന്നത്. ഹായ്, സുഖല്ലേ? ഞങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓ, തണുപ്പത്ത് നിൽക്കുക തോന്നുന്നു അല്ലേ. ഓ, അപ്പോൾ ഈ പരിസരത്ത് ഒരു 10-20 വീട് നമ്മുടെ കസ്റ്റമേഴ്സ് വരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലേ. അതൊക്കെടോ നമ്മൾ ഈ മനോഹരമായ സ്ഥലങ്ങൾ കാണിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടോളേ. ഓക്കെ. അപ്പോൾ ധാരാളം ആളുകൾ വീട് വയ്ക്കാൻ
നിയർ ബൈ, അതായത് പാലക്കാട് ടൗണിൽ നിന്ന് അല്ലെങ്കിൽ ഒലവക്കോട് ജംഗ്ഷനിൽ നിന്നൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളാണ് ചോദിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ടൗണിൽ ഭയങ്കര വിലയായിരിക്കും അല്ലേ? 5 ലക്ഷം 6 ലക്ഷം 7 ലക്ഷം ടൗണിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ടൗണിലേക്ക് പോയി വരെ എളുപ്പത്തിൽ ഒരു 4 കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒലവക്കോട് ജംഗ്ഷനാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് വരാൻ പോകാനൊക്കെ സൗകര്യമാണ്. വീട് വെക്കുകയാണെങ്കിൽ അല്ലേ, നല്ല സൗകര്യങ്ങളുണ്ട്, ഇഷ്ടംപോലെ വീടുകളുണ്ട് പരിസരത്ത്. പിന്നെ വെള്ളം കിട്ടുമെന്നാണ് ആളുകളുടെ ചോദ്യം ഉണ്ടാവുക അല്ലേ? കാരണം ഈ മലയും ഇതൊക്കെ കാണുമ്പോൾ വ്യൂ ഒക്കെ കാണുമ്പോൾ അവിടെ എന്താ പാറല്ലേ വെള്ളം കിട്ടും. അപ്പൊ നമുക്ക് തൊട്ട വീട്ടിൽ കിണർ കുഴിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് പോയി കണ്ടാലോ? കിണർ ഓപ്പൺ വെല്ല്, കാരണം സാധാരണ ആളുകൾ ഇഷ്ടപ്പെടുന്നതാണെന്നല്ലേ നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത. ബോർവെല്ലിനേക്കാളും ഓപ്പൺ വെല്ല് ഇഷ്ടപ്പെടും. ഓ, ഇഷ്ടം പോലെ വെള്ളമാണ്. ഈ ഒരു അറ്റ വേനലില് വളരെ എന്താ പറയാ, പിന്നെ മനോഹരമായ രീതിയിൽ നമുക്ക് ഇഷ്ടിക പടുത്തിട്ട് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ വെള്ളം കാണണ്ടല്ലോ അല്ലേ? ക്യാമറമാനോട് വെള്ളത്തിനുള്ളിലേക്ക് പോവോ? അല്ലല്ലോ. അപ്പോൾ അതായത് നല്ല ചന്തത്തിലാണ് അല്ലേ ജലീൽക്ക? എന്താണ് അപ്പോൾ ഇവിടുത്തെ അവസ്ഥ? വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ? ഇതിപ്പോൾ നമ്മൾ കണ്ടു അല്ല? ഓ, നിങ്ങൾ ഈ പരിസരത്താണോ വീട്? ഈ പരിസരത്ത് തന്നെയാണ് അല്ലേ? അപ്പോൾ നല്ലൊരു ഓപ്പൺ വെല്ലിൽ തന്നെ വെള്ളമുണ്ട്. അത് നമുക്കൊരു കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. കാരണം ജനങ്ങൾ കുടിവെള്ളമാണ് അല്ലേ മെയിൻ. തക്കളോ, നല്ല വെയിലാണ് കേട്ടോ. ഫ്ലെക്സിൽ ഒരു സോളാറിന്റെ ചിത്രം കണ്ടില്ലേ? അതാണ്, അതായത് നമ്മള് ഉപയോഗപ്പെടുത്തണം, എന്ത് പ്രകൃതിയുടെ എല്ലാ കാര്യങ്ങളും ഉപയോഗപ്പെടുത്തണം. നല്ല വെയിലുള്ള പ്രദേശമാണെങ്കിൽ എന്ത് ചെയ്യണം? സോളാർ വെക്കണം അല്ലേ? അപ്പൊ സോളാർ വെക്കാൻ, ഈ സ്ഥലം വാങ്ങിക്കുന്ന എല്ലാവർക്കും സോളാർ വെക്കാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടായില്ല. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലം, ഈ റോഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്തിന്റെ ഉടമസ്ഥ തന്നെയാണ് ചെയ്തു തരുന്നത്. അപ്പോൾ നമ്മള് ടാർ റോഡ് വരും എന്നൊക്കെ പല വീഡിയോയിലും പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ഓൾറെഡി ടാർ റോഡ് വന്നിട്ടുണ്ട് അല്ലേ? ഇനി ആ അറ്റം മുതൽ ഈ എൻഡ് വരെ നമുക്ക് സോളാർ ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റുകൾ, അതാണ് ആ ഫ്ലെക്സിൽ സോളാർ എന്ന് കണ്ടത്. അപ്പോൾ സോളാറിന്റെ സ്ട്രീറ്റ് ലൈറ്റുകളും കൂടി സ്ഥാപിച്ചു കൊടുക്കുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതും റീസെന്റ് ആയിട്ട് വരും കേട്ടോ. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് അല്ലേ? കാരണം റോഡ് ഓൾറെഡി വന്നു കഴിഞ്ഞു, പിന്നെ വെളിച്ചാണ്. നമുക്ക് ഇലക്ട്രിസിറ്റി ആളുകൾ പറയാം, അത് സോളാറിന്റെ ലൈറ്റ് വരെ എന്ന് പറയുമ്പോൾ ആർക്കൊന്നും പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഇല്ല അല്ലേ? അതിനൊരാൾ ഓണാക്കാൻ ഓഫാക്കാൻ ഓട്ടോമാറ്റിക് രാത്രിയായി കത്തിക്കോളും. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം കൂടി ഉണ്ട്. പിന്നെ ഇതാ ഇത്ര മനോഹരം പഞ്ചായത്ത് റോഡ് വരുന്നത് ജലീൽക്ക് ആ ഭാഗത്തല്ലേ? ആ ഭാഗത്ത് പഞ്ചായത്ത് റോഡ് വരുന്നുണ്ട് അല്ലേ? ഇവിടെ എത്തുമ്പോഴത്തേക്ക് മരങ്ങളൊക്കെ വരുമ്പോൾ തന്നെ കുറച്ചൊരു ഇതല്ലേ, നമ്മുടെ അതിരൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ, സൈഡെല്ലാം കെട്ടിയിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എവിടെയാണ്? ഈ ഭാഗത്ത് നമ്മളെ സ്നേഹമതിൽ അല്ലേ? സ്നേഹമതിൽ അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് എന്താണ്, യാതൊരുവിധ അതിര് തർക്കങ്ങളോ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമില്ല, വളരെ സെറ്റാണ്. പിന്നെ നമ്മൾ തന്നെ കല്ലിട്ടുണ്ടാണ് കണ്ട, എല്ലാ പ്ലോട്ടിലും കല്ലിട്ടുണ്ട്. 1 2 3 തൊട്ട് ഇങ്ങനെ കല്ലിട്ട് വരുന്നുണ്ട്. 40 പ്ലോട്ടിന് മേലുണ്ടാവും അല്ലേ? 43ഓളം പ്ലോട്ടുകളുണ്ട്. അപ്പം പിന്നെ നമ്മൾ ഒരുപാട് നീട്ടി വലിച്ച് കൊണ്ടുപോകണ്ട, പെട്ടെന്ന് വിലയൊക്കെ പറഞ്ഞാലോ. ഉടമസ്ഥൻ നേരിട്ട് ഏൽപ്പിച്ചൊരു പ്രോപ്പർട്ടിയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ആ ഫ്ലെക്സിൽ കണ്ട നമ്പറിലേക്കും വിളിക്കാം. അതേപോലെ തന്നെ ഉടമസ്ഥൻ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കാം, അതിലേക്കും വിളിക്കാം. ഇവിടെ എത്തിയപ്പോഴാണ് അവിടുത്തെ ഭംഗിയൊക്കെ കാണില്ലേ? ഇങ്ങനെ വരുന്നത് അവിടെ നിന്നപ്പോൾ ഇവിടുത്തെ മൗണ്ടൻ വ്യൂ കണ്ട് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലേ, നമ്മൾ കല്ലടിക്കോട് മലയൊക്കെ കാണിക്കുമ്പോൾ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കാറുണ്ട്. ഇത് അതിനേക്കാൾ തൊട്ടടുത്താണ് കാണുന്നത് അല്ലേ? അപ്പോൾ നമുക്കിതിൻ്റെ ആ അറ്റം മുതൽ അറ്റം വരെ ഏത് പ്ലോട്ടും സെലക്ട് ചെയ്യാം. അതിനനുസരിച്ചായിരിക്കും വിലയിലൊക്കെ മാറ്റേണ്ടത്. ഇതാണ് പഞ്ചായത്ത് റോഡ് പോണ്, അപ്പുറത്തെ റോഡ് അല്ലേ? അതങ്ങനെ പോയി ചുറ്റുവളഞ്ഞ് അങ്ങോട്ട് പോവോ? ഇവിടെ ഇത് കൂടെ പോയിട്ട് അപ്പോൾ ഒരു റിംഗ് റോഡാണ്. അപ്പോൾ രണ്ട് സൈഡ്, ഈ സെൻറ്ററിൽ കൂടെ നമുക്ക് റോഡുണ്ട്, പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി പോകാനും കയറി വരാനും ഒരു പഞ്ചായത്ത് റോഡും നമുക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ വില പറഞ്ഞാലോ? നമ്മളിപ്പോൾ ഏകദേശം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയില്ലേ? അതായത് എന്താണ്, സ്കൂളുകൾ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ജലീൽക്ക് നമുക്ക് ജുമാ പള്ളിയൊക്കെ എവിടെ ഉള്ളത്? എവിടെ? ഉമ്മിനിയാ? ഉമ്മിനി പള്ളി ഉണ്ട് അല്ലേ? അപ്പോൾ ഉമ്മിനി പള്ളി ഇവിടെ അടുത്ത് തന്നെയാണ്. എത്ര, 1 കിലോമീറ്റർ ഉണ്ടാവും? കൂടെ 2 കിലോമീറ്റർ ഉണ്ടാവും? 2 കിലോമീറ്റർ. നിസ്കാര പള്ളി മദ്രസയൊക്കെ തൊട്ടടുത്ത് നിസ്കാര പള്ളി ഉണ്ട് അല്ലേ? പിന്നെ അത് കോളേജ് കഴിഞ്ഞിട്ടാ? ലീഡ് കോളേജിന്റെ ഇപ്പുറം പുതിയൊരു കോളേജ് അവിടെ വരുന്നുണ്ട് പറഞ്ഞു കേട്ടോ, അഗ്രികൾച്ചർ കോളേജ്. അത് ബസ്സല്ലേ പോണ്? ട്രാക്ടറാണ്. അപ്പോൾ ഒരു ബസ് അങ്ങോട്ട് പോയിട്ടുണ്ടാവും, ചിലപ്പോൾ തിരിച്ചു വരും കുറച്ച് കഴിഞ്ഞാൽ. എന്തായാലും പിന്നെ മറ്റുള്ള സൗകര്യങ്ങൾ പറയുമ്പോൾ എന്താണ്, നിസ്കാര പള്ളി ഉണ്ട്, പിന്നെ അമ്പലം കാര്യങ്ങൾ, ചർച്ച് എല്ലാം ഉണ്ട്. അപ്പോൾ സൗകര്യങ്ങൾക്കൊന്നും യാതൊരു കുറവില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് അല്ലേ? അത് മാത്രമല്ല ഒരു ഗ്രീൻഫീൽഡ് ഹൈവേ പോകുന്നുണ്ട്, പുതിയൊരു ഹൈവേൻ്റെ പണി നടക്കും 1 കിലോമീറ്റർ ദൂരത്തിൽ അല്ലേ?
അതൊരു റോഡ് സൗകര്യം വന്നാൽ വീണ്ടും ഭൂമിക്കൊക്കെ ഇവിടെ വില കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ ധോണി പ്ലാസ ജംഗ്ഷനിലേക്ക് 1 കിലോമീറ്റർ അല്ലേ? ഈ ഒരു സ്ഥലത്തിന് ഒരു പേരുണ്ട്, എന്താണ്? മായാപുരം. മായാപുരം, അതാണ് തൊക്കെ നമ്മൾ പറയുമ്പോൾ ആളുകൾ പറഞ്ഞു മായാപുരം അല്ലേ? അപ്പോൾ അകത്തേത്തറ വില്ലേജിലെ മായാപുരത്താണ് നമ്മളുള്ളത്. അപ്പോൾ വില നമുക്ക് പറയാം 2.30 അങ്ങനെയാണ് ഓണർ പറഞ്ഞത്. 2,30,000 രൂപ മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് വ്യത്യാസങ്ങളുണ്ടാകും. കാരണം ഈ അറ്റത്തുനിന്ന് അറ്റം വരെ സ്ഥലങ്ങൾ റോഡ് സൗകര്യം അനുസരിച്ച് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയൊക്കെ വരുമ്പോൾ 2.30 വ്യത്യാസങ്ങളുണ്ടാവും. 2.30 മുകളിലേക്ക് ആണ് സ്ഥലം പറഞ്ഞത്. അപ്പോൾ ഏറ്റവും ചെറുത് 2.30. ഓക്കെ, അതൊരു നല്ലൊരു വില തന്നെയല്ലേ? അത്യാവശ്യം നല്ല ആളുകൾ ഇഷ്ടപ്പെടുന്ന, കാരണം ടൗണിലേക്ക് 4 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ പല ഭാഗങ്ങളിലും ടൗണിലേക്കൊക്കെ ലോക്കോടൊക്കെ അടുത്ത് കാണിക്കുമ്പോൾ 3 ലക്ഷം 3.5 ലക്ഷം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ ജീവിക്കാനൊക്കെ സുഖമുള്ളൊരു സ്ഥലം തന്നെയല്ലേ? നിങ്ങൾ ഈ നാട്ടുകാരനുള്ളൂ. ആന വരും ഈ അടുത്തപ്പോഴെങ്കിലും ആന വന്നിട്ടുണ്ടോ? ഇല്ല. ഇനിയിപ്പോൾ നാളെ മേലൊക്കെ ആന വന്നാൽ നമുക്കൊന്ന് കാണാമല്ലോ അല്ലേ? വീട്ടിന് മുറ്റത്ത് ഒരു ആന ഉണ്ട് പറയാമല്ലോ അല്ലേ? അപ്പോൾ ആന വരുന്ന പറയുന്ന ആളുകൾ നമ്മളെ ജലീലിക്ക് ഈ പരിസരത്ത് താമസിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു. അപ്പോൾ നിലവിലില്ലേ ഈ കണ്ടമാനം കുട്ടികൾ പഠിക്കണതല്ലേ ലീഡ് കോളേജ് അല്ലേ? ഒരുപാട് കുട്ടികൾ. അതിന് മുന്നിൽ ഹോട്ടല്, കഫേ, ഹോസ്റ്റല് പരിസരത്ത്, പിന്നെ വീടുകൾ കണ്ടമാനമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആളുകൾക്ക് കമൻറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? ആന വരും പറയാം. പക്ഷേ അങ്ങനെ ആന എവിടെ വരിക അല്ലേ? ആനയ്ക്ക് വിശക്കുമ്പോൾ ആ പരിസരത്ത് മലയിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് പരിസരത്ത് എന്തെങ്കിലും അതേ വരിക, ചക്ക മാങ്ങ കെടുക്കുക, പോവുക, അത്ര തന്നെ. അപ്പോൾ ആന വരും പറഞ്ഞിട്ട് നമുക്ക് സ്ഥലം വെക്കാതിരിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ എന്തായാലും അപ്പോൾ അത് അങ്ങോട്ട് പോയ ബസ് തിരിച്ചു പോകണം അല്ലേ? അപ്പോൾ ഏകദേശം എല്ലാ 30 മിനിറ്റിൽ ഇതുപോലെ എന്തുണ്ട് ബസ്സുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടൗണിലേക്ക് പോകാൻ വരാനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ കൂടെ നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിച്ചാലോ? അപ്പോൾ 2.30 സെന്റ് ഒന്നിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റിംഗ് റോഡ് ഒന്ന് കാണണം അല്ലേ? ഒന്ന് അതും എവിടത്? ചൈന വൻമതിൽ കെട്ടിയിട്ടുണ്ടെന്നാണ് നമ്മളെ ജലീലൊക്കെ പറയണത് അല്ലേ? അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു കളയാ. അപ്പോൾ നമ്മൾ തക്കടോ നമ്മൾ നടന്ന് ഏറ്റവും അറ്റത്തെത്തിയില്ലേ? എന്താണ് ഈ ഒരു പ്ലോട്ടിനെ കുറിച്ച് അഭിപ്രായം? എക്സലന്റ് ഹൗസ് പ്ലോട്ട്, അങ്ങനെ അവിടെ എഴുതിയ പോലെ തന്നെ എക്സലന്റ് ആയിട്ടുണ്ടല്ലേ സംഭവം. നമ്മളെ തക്കട് വെയിലൊക്കെ കൊണ്ട് തളർന്നു നിന്നാലോ അല്ലേ? ഈ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പോൾ നമ്മളൊരു റിംഗ് റോഡ്, അതായത് മെയിൻ റോഡിൽ നിന്ന് നേരെ കയറി വന്നു, ഇങ്ങനെ വന്നു, ഏറ്റവും അവസാനമാണ് അല്ലേ തക്കടോ? ഏറ്റവും എൻഡ്. അപ്പോൾ നമ്മൾ ആളുകൾ ചോദിക്കും അവിടെ പാറയല്ലേ മലയല്ലേ എന്നൊക്കെ ചോദിക്കും. ഏറ്റവും അവസാനം ചെറിയൊരു പൊട്ട പാറ കണ്ടല്ലേ? ഏറ്റവും അവസാനം. ബാക്കി എല്ലാം നമുക്ക് നല്ല ഭൂമിയായിട്ട് തന്നെയാണ് മനസ്സിലാവുന്നത് അല്ലേ? ചൈന മതിൽ, ജലീലിക്ക് പറഞ്ഞത് ചൈന വൻമതിലൊക്കെ കെട്ടിക്കുന്നത് പറയുന്നത് അല്ലേ? അപ്പോൾ എന്തായാലും നന്നായിട്ടുണ്ട്. ഈ ഒരു റോഡ് സൗകര്യം നമുക്ക് എടുത്ത് പറയേണ്ടത്, നമ്മൾ അതിലൂടെ കയറി വന്ന് ഇങ്ങനെ വന്ന് ഈ ഒരു പഞ്ചായത്ത് റോഡ് ഉണ്ടോ? നേരെ ആ റോഡിലേക്കാണ് പോകണം, മെയിൻ റോഡിലേക്ക്, ആ ടാർ റോഡിലേക്ക്, നമ്മുടെ മെയിൻ ബസ് പോകുന്ന റോഡിലേക്ക് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ പ്ലോട്ട് എടുക്കുന്ന ആൾക്ക് മുമ്പിൽ റോഡുണ്ട്, ബാക്കിൽ റോഡുണ്ട് അല്ലേ? പിന്നെ ഈ റോഡ് ഇങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ സൗകര്യങ്ങളോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വിലയും നമ്മൾ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2.30 പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് തണലത്തേക്ക് നിന്നു, അതായിരിക്കും നല്ലത് അല്ലേ? എന്താണ് ഈ മരങ്ങളൊക്കെ വരുന്നതല്ലേ ബാലേട്ടൊക്കെ മരം നടുന്ന് പറഞ്ഞതല്ലേ? അല്ല, നമ്മളെ ബാലേട്ടനെ എന്തായാലും പിന്നെ മറക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ ഈ കണ്ട മനോഹരമായ സ്ഥലത്തെ വീടുകൾ വെക്കുകയാണെങ്കിൽ പാലക്കാട് ടൗണിൽ നിന്നുള്ള ദൂരം ആളുകൾ ചോദിക്കും. പാലക്കാട് ടൗണിൻ്റെ 10 കിലോമീറ്റർ സ്ഥലമുണ്ടോ? ഒരുപാട് ആളുകൾ. അപ്പോൾ പാലക്കാട് വിക്ടോറിയ കോളേജൊക്കെ നമുക്ക് ഇവിടെ ഏകദേശം 8 കിലോമീറ്റർ ദൂരമാണ് കാണിക്കുന്നത്. ഒലവക്കോട് ഏകദേശം 4 കിലോമീറ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പിന്നെ കോളേജ്, സ്കൂൾ സൗകര്യങ്ങൾ, പള്ളി, ചർച്ച് എല്ലാം ഉണ്ട്. ഒന്നില്ല എന്നില്ല, എല്ലാ സൗകര്യങ്ങളുണ്ട്. കോളേജ് അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് പ്ലോട്ടുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ ചെറിയ കടകളോ കടറൂമുകളോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലേ, ടൗൺ അങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് വരികയാണ് അല്ലേ? വീടുകൾ നിറയാണ്. അപ്പോൾ അങ്ങനെ നിറയണ സമയത്ത് ടൗണിൽ നിന്ന് 10 കിലോമീറ്റർ ചുറ്റുള്ള സ്ഥലങ്ങൾ ഫ്യൂച്ചറിൽ എന്താവും? വില കൂടും. അപ്പോൾ ഇപ്പോൾ 2.30 കണക്കാക്കണ്ട, 4 വീട് വന്നാൽ ചിലപ്പോൾ ഡബിൾ ആവും. നമ്മൾ പണ്ട് കോങ്ങാട് ഒരു സ്ഥലം കാണിച്ചതേ 1 ലക്ഷം രൂപ കാണിച്ചു, ഒഴിഞ്ഞ സ്ഥലമായിരുന്നു, ആർക്കും വേണ്ട. ലാസ്റ്റ് ഒരു 4-5 വീട് വന്നപ്പോൾ അത് 2ആയി 3ആയി. ഇപ്പോൾ 3.5 വെച്ചിട്ടും കൊടുക്കണില്ല. എത്ര പെട്ടെന്ന് ഒരു 2 വർഷം കൊണ്ടാണ് ആ മാറ്റങ്ങൾ ഉണ്ടായത്. ഇത് നമ്മൾ കാണിച്ച അനുഭവങ്ങളാട്ടോ പറയണത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഡെവലപ്പായി വന്ന് ഒരു 10 വീട് വന്നാൽ പിന്നെ വേറെ ലെവലായില്ലേ? മൗണ്ടൻ വ്യൂ കണ്ടില്ലേ? പുറകിൽ കണ്ട മൗണ്ടൻ വ്യൂ എന്ന് അവർ വെറുതെ എഴുതിയിരിക്കുന്നില്ലേ? പുറകിലും സൈഡിലൊക്കെ മൗണ്ടൻ വ്യൂ ആണ്. അപ്പോൾ ധോണി ഫാം അല്ലേ, പ്രശസ്തമാണ്, ആളുകൾ കാണാനൊക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ വാട്ടർഫാൾസ് ഒക്കെ പറഞ്ഞ പോലെ അല്ലേ, എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വാട്ടർഫാൾസ്, മലകളൊക്കെ കാണാൻ ഒരുപാട് ആളുകൾ ദൂര സ്ഥലങ്ങൾ വരാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പിന്നെ ഈ ഒരു സ്ഥലത്ത് വീട് വെക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒന്നും നോക്കാനില്ല. മോർ ഡീറ്റെയിൽസ്, രജിസ്ട്രേഷൻ ഫ്രീ എന്നും കൂടി നമ്മളതിൽ കണ്ടല്ലോ അല്ലേ? രജിസ്ട്രേഷൻ ഫ്രീ ആണെന്ന് പറഞ്ഞു. 43 പ്ലോട്ട് ഉണ്ട്, എല്ലാ പ്ലോട്ടും രജിസ്ട്രേഷൻ ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മോർ ഡീറ്റെയിൽസ്, അത് എങ്ങനെയാണ് ഫ്രീ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓണറുമായിട്ട് സംസാരിക്കാം, എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാം.
അപ്പോൾ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ലൊക്കേഷൻ ചോദിക്കുക, വരിക, കാണുകയൊക്കെ ചെയ്യാം. പിന്നെ അതേപോലെ വേറെ എന്തെങ്കിലും നമ്മൾ പറയാൻ മറന്നാ? നമ്മൾ ആദ്യമായിട്ട് അല്ലേ കമ്മീഷന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ? തക്കട് അപ്പോൾ എല്ലാം ഓർത്ത് വെക്കുന്നുണ്ടല്ലേ. നമ്മൾ സാധാരണ ഈ സ്ഥലം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണിക്കുമ്പോൾ ഇത് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓണറിന് എത്ര വാങ്ങിക്കാറ്? അതെ. ബജറിൽ നമ്മൾ എത്ര വാങ്ങിക്കാറ്? 1%. ഇങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത്. പിന്നെ അത് മറക്കരുത് എടുത്താക്കടോ, നമ്മുടെ നിലനിൽപ്പ് തന്നെ അതാണ് അല്ലേ? അപ്പോൾ വേറെ പിന്നെ പറയാനുള്ളത്, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യണം. അതിന് നിങ്ങൾ മറക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അത് പ്ലസ് ആയാലും മൈനസ് ആയാലും എന്ത് ചെയ്യുക? കമന്റ് അല്ലേ? അപ്പോൾ ഇതുപോലത്തെ മനോഹരമായ മറ്റൊരു വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കാണാം. അതെ, ബൈ. അപ്പോൾ നോക്കടോ, നമ്മളെന്തായാലും ബൈ ബൈ പറഞ്ഞെങ്കിൽ ലീഡ് കോളേജ് പരിസരം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇവിടുന്ന് 200 മീറ്റർ ദൂരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ നടന്നു നോക്കാം. ഭയങ്കര ക്രൗഡാണല്ലോ അല്ലേ? സംഭവം സ്കൂൾ വെക്കേഷനാണ്, ഇപ്പോൾ കാര്യമായിട്ടുള്ള സ്റ്റുഡൻസ് ഒന്നും ഇവിടെ ഇല്ല. പക്ഷെ എങ്കിൽ കൂടി ഇവിടെ എപ്പോഴും നല്ല ക്രൗഡാണ്, ആളുകളുണ്ട്, വാഹനങ്ങൾ കാണാനുണ്ട്. അപ്പോൾ കൂടുതലൊന്നിനും കാണിക്കണമെന്നില്ല. നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു കോളേജ് ഒന്ന് ആളുകൾക്ക്, ചില ദൂരമുള്ള ആളുകൾക്ക് ചിലപ്പോൾ ലീഡ് കോളേജ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അറിയണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കോളേജും പരിസരവും അല്ലേ, നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആളുകൾ. എങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു കോളേജിൻ്റെ പരിസരത്താണ് നമ്മൾ പ്രോപ്പർട്ടികൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി കോളേജ് കണ്ടില്ല എന്ന് ആരും പരാതി പറയരുത് അല്ലേ? ഈ ഒരു കോളേജ് ലൊക്കേഷൻ അടിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി കാണാൻ വേണമെങ്കിൽ അങ്ങനെയും വരാം അല്ലേ? ഇവിടുന്ന് പിന്നെ 200 മീറ്റർ ഇവിടുന്ന് നടക്കാവുന്ന ദൂരത്തിലാണ്. സാധാരണ ആളുകൾ പറയാറുണ്ടേ ആനിറങ്ങുന്ന സ്ഥലം അല്ലേ? അപ്പൊ നമ്മളത് ഒന്നും കൂടി എടുത്ത് പറയണതാണ്. അതെ 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 അതെ, അത് നമുക്ക് എടുത്ത് പറയണം. പിന്നെ കട കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അല്ലേ? പിന്നെ നമ്മൾ ഒരു ചെറിയൊരു പള്ളി, നിസ്കാരപ്പള്ളി അപ്പുറത്തുണ്ട്. പിന്നെ ഇപ്പൊ ബാങ്ക് കേട്ടായിരുന്നല്ലേ കുറച്ച് നേരത്തെ? പിന്നെ കടയും കാര്യങ്ങളും, അതായത് ചെറിയ ഒരു എന്താ പറയാ, ഗ്രാമപ്രദേശമോ അല്ലെങ്കിൽ ഉൾപ്രദേശമോ ഒരു കൊടും കാടോ ഒന്നും അല്ല. നമുക്ക് മൗണ്ടൻ വ്യൂ എന്ന് നമ്മൾ പറഞ്ഞാലും ഈ ഒരു വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള നല്ലൊരു സ്ഥലം തന്നെയാണ് ഈ ഒരു കോളേജും പരിസരവും. അത് അവിടെ ഒരു യമു നോക്കിയേ, അങ്ങോട്ട് നോക്കിയൊരു യമു. കണ്ട യമുന കണ്ട തലവരുത്തി നിൽക്കണില്ലേ? അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള മനോഹരമായ ഒരു സ്ഥലത്ത് ഒരു വീട് വെക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ അല്ലേ നമ്മളെ ലാൻഡിൻ്റെ ഓണറെ കാണാം, കോൺടാക്ട് ചെയ്യാം. വളരെ വേഗത്തിൽ എന്ത് ചെയ്യാം, സ്ഥലം വന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്കിനി വേറൊന്നുമില്ല. എന്തായാലും ഇഷ്ടപ്പെട്ട് ഞാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഡയറക്റ്റ് ആയിട്ട് വരിക കേട്ടോ. അപ്പോൾ ബൈ.